ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവും അധികം സ്മരണീയമായി ഓർക്കപ്പെട്ടിട്ടുള്ള, ഒരുപക്ഷെ ഇന്നലകളിൽ ലോക ജനതയുടെ ഒട്ടുമുക്കാൽ ഭാഗം ജനങ്ങളും പ്രത്യേകം ഓർത്തിരുന്ന് അയവിറക്കിയിട്ടുള്ള ചരിത്രങ്ങളുടെ സംഗമ ദിനം, ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠതയാർന്ന വിശുദ്ധ ഇസ്ലാമും മുസ്ലിം ലോകവും മുഹറം എന്ന് പരിചയപ്പെടുത്തിയ, ആദരിക്കപ്പെട്ടത് എന്ന് പരിചയപ്പെടുത്തിയ മാസത്തിലെ 4 ദിനം പിന്നിട്ട് 5ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ തന്നെ ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിപ്പ് സംവിധാനങ്ങളുടെ ഭാഗമായി നാഥനായ റഹ്മാനായ റബ്ബ് ദിനങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും തീരുമാനിച്ചതായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കാ മുക്കറമയിൽ ജനിച്ചു ജീവിക്കുന്ന തന്റെ ചെറുപ്പകാലം മുതൽ തന്നെ മക്കക്കാർക്കിടയിൽ വ്യാപകമായി അറിയപ്പെട്ടിരുന്നതും മക്കക്കാരും സമീപ പ്രദേശക്കാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളും ഏറെ പ്രത്യേകതയോടെ കണ്ടിരുന്നൊരു മാസമായി മുഹറം മാസം മനസ്സിലാക്കപ്പെട്ടിരുന്നു. അതിലെ മുഹറം 10ന്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതും കണ്ടിരുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങളും നുബൂവത്തിന്റെ മുൻപുള്ള കാലത്ത് തന്നെ ആ രൂപത്തിൽ അവരോടൊപ്പം തങ്ങളും സമൂഹം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന കാര്യം ഏതായിരുന്നാലും ഏതോ ഒരു പുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തങ്ങളും ചെയ്തിരുന്നു. മില്ലത്തെ ഇബ്രാഹിമിയത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാക്കി കൊണ്ടുകൂടിയായിരുന്നു. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ കാന യൗമ ആശുറ തസൂമുഹു ഖുറൈശ്, ആശുറഇന്റെ ദിവസമാകുമ്പോൾ, മുഹറം 10ന്റെ ദിവസമാകുമ്പോൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഖുറൈശികൾ എല്ലാവരും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളും തന്റെ നബുവത്തിന്റെ മുമ്പുള്ള കാലത്തിൽ ഈ ആശുറഇന്റെ ദിവസം നോമ്പ് പിടിച്ചിരുന്നു. ഫലമ്മാ ഖദിമൽ മദീന, ഹബീബായ റസൂൽ മദീനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോ സ്വമഹു വഅമറ ബിസിയാമിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തി കഴിയുമ്പോ അവിടെ വെച്ചും റസൂല് മുഹറമിന്റെ ആശുറഇന്റെ 10ാമത്തെ ദിവസത്തിൽ നോമ്പെടുക്കുമായിരുന്നു. തന്റെ സ്വഹാബത്തിനോട് വേണ്ടപ്പെട്ടവരോട് ആ ദിവസം നോമ്പെടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഫലമ്മാ ഫുറിള റമളാൻ, എന്നാൽ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോ തുരിക യൗമ ആശുറ, ആശുറഇന്റെ ദിവസത്തിന്റെ അത്രയും വലിയ പ്രാധാന്യത്തിന് അല്പം കുറവ് നൽകപ്പെട്ടു. എന്നിട്ടോ ഫമൻ ശാഅ സാമഹു വമൻ ശാഅ തറകഹു, വേണമെന്നുള്ളവർക്കെല്ലാം പിടിക്കാം, ഞാൻ പിടിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആശുറഇന്റെ ദിവസത്തിൽ വിശുദ്ധ റമദാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷവും അല്ലാഹുവിന്റെ പ്രവാചകൻ നോമ്പ് പിടിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, കഴിയുന്നവർക്കൊക്കെ പിടിക്കാം, താല്പര്യപ്പെടുന്നവർക്കൊക്കെ പിടിക്കാം, നിർബന്ധമില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലെ സമൂഹത്തിലും ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ജനസമൂഹങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ പരിഗണിക്കപ്പെട്ടിരുന്ന ദിവസമായിരുന്നു മുഹറമിന്റെ മാസവും മുഹറം 10ന്റെ ദിവസവും. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് മിൻഹാ 4 ഹുറും, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 4 മാസങ്ങളെ ലോകത്തിന്റെ ഉൽപ്പത്തിയിൽ, ഈ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോ 4 മാസങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായി പരിഗണിച്ചു, പ്രത്യേകമായി പവിത്രത കൽപ്പിച്ചു. എന്നിട്ടതിൽ 4 മാസങ്ങളെ പ്രത്യേകം ആദരവോടെ പഠിപ്പിച്ചു. അതിൽ 3 മാസങ്ങൾ ചേർന്ന് വരുന്നതാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, 3 മാസം ചേർന്ന് വരും. പിന്നീട് മറ്റൊന്ന് റമദാനിന്റെ 2 മാസം മുമ്പുള്ള റജബാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. 4 മാസങ്ങൾ എക്കാലഘട്ടത്തിലും ആദരിക്കപ്പെടുന്ന മാസമായി ചരിത്രത്തിന്റെ പുരാതന കാലം മുതൽ തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന രീതിയായിരുന്നു. ഈ 4 മാസത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ ഏത് രൂപത്തിലാണ് അതിനെ ആദരിച്ചിരുന്നത്? ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ പരസ്പരം അക്രമം നടത്താൻ പാടില്ല, യുദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല,
ന്യായമുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഈ 4 മാസത്തിൽ ഒരു തരത്തിലുള്ള പിടിവാശികളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ദുൽഹജ്ജ് മാസത്തിലായിരുന്നു ഹജ്ജ് നടക്കുക. ദുൽഖഅദ മാസം മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഹജ്ജിന് വേണ്ടി പവിത്രമായ ഹറം ഷരീഫുകളെ ലക്ഷ്യമാക്കി യാത്രയാകും. ആ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്രക്കാർക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറി. പ്രതികാരങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനുശേഷമാകട്ടെ. അത് കഴിഞ്ഞ് ദുൽഹജ്ജ് കഴിഞ്ഞ് ആളുകൾ മടങ്ങി അവരുടെ വീടുകളിലേക്ക് എത്താൻ പിന്നെയും 1 മാസം പിന്നിടും. ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടുകൂടിയാണ് ഈ ദുൽഖഅദ മുതൽ മുഹറം വരെയുള്ള 3 മാസങ്ങളെയും ആദരവ് കൽപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം 3 മാസവും റമദാനിന്റെ 2 മാസം മുമ്പുള്ള ശഅബാനിന് തൊട്ടു മുമ്പുള്ള മാസമാകുന്ന റജബും ഈ 3 മാസവും ചേർന്നതാണ് ഈ ആദരിക്കപ്പെട്ട മാസമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന സാരാംശമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് മുസ്ലിം സമൂഹം സമാധാനത്തോടെ ഒരു കുഴപ്പവും അങ്ങോട്ട് പോയി ഉണ്ടാക്കാതെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ മര്യാദയോടെ ജീവിക്കുമ്പോഴും ഏകപക്ഷീയമായ ഒരു ആക്രമണം ഇങ്ങോട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മാസവും കാലവും നോക്കലില്ല. അവിടെ പ്രതിരോധിക്കാം, പ്രതികരിക്കാം. അവിടെ തിരിച്ച് നിലനിൽപ്പിന് അനിവാര്യമായ രൂപം ഏതാണോ ആ രൂപം സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധിക്കാം, പ്രതികരിക്കാം എന്നാണ് കാണുക. പരിശുദ്ധ ഖുർആൻ ഈ 4 മാസങ്ങളുടെ ആദരവ് പഠിപ്പിക്കപ്പെട്ട ഈ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മഹാരഥന്മാരായ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതിൽ അടിസ്ഥാനവും ഇല്ലാത്തതുമൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് അത്ഭുതകരമായ സഹായങ്ങൾ, കഴിഞ്ഞുപോയ അമ്പിയാ മുർസലുകളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ സഹായങ്ങൾ അള്ളാഹു നൽകിയത് മുഹറമിന്റെ മാസത്തിലായിരുന്നു. ഒട്ടനേകം ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ, ഒട്ടനേകം ചരിത്രത്തിന്റെ ഉദ്ധരണികൾ കൂട്ടി വായിക്കുമ്പോൾ ഒക്കെയും സംഗമിച്ചത് മുഹറമിലായി കാണുന്നു. മാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂദിയ പർവ്വതത്തിൽ നങ്കൂരമിട്ടതിനെ കുറിച്ച് പറയുമ്പോ ഇബ്രാഹിം നബി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും മോചിതനായ ദിവസം ഉൾക്കൊള്ളുന്നത്, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണത്തിന്റെ കഷ്ടതയുടെ കാലത്ത് നിന്ന് മോചിതനായത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കിണറിൽ നിന്ന് രക്ഷപ്പെട്ടത്, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് നൈൽ നദി മുറിച്ചു കടന്ന് അടുത്ത രക്ഷയുടെ കരയിലേക്ക് പ്രവേശിച്ചത്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ വാനലോകത്തേക്ക് ഉയർത്തിയത്, ഇങ്ങനെ ഒട്ടനേകം ചരിത്രങ്ങളുടെ സംഭവങ്ങൾ സാക്ഷിയായത് മുഹറമിന്റെ മാസത്തിലായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഉദ്ധരണികൾ കാണുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കാം കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ, കഴിഞ്ഞുപോയ ജനതകളിൽ, കഴിഞ്ഞുപോയ സമുദായങ്ങളും ഈ മുഹറമിന്റെ മാസത്തിനെ വളരെ പവിത്രതയോടെ, പ്രത്യേകതയോടെ, ആദരവോടെ കണ്ടിരുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. മാ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല, യതഹറാ യൗമൻ ഫളലഹു, യതഹറാ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദിഹി, മറ്റൊരു ദിവസത്തിലും അല്ലാഹുവിന്റെ റസൂല് നോമ്പിന്റെ കാര്യത്തിൽ പവിത്രത പ്രാധാന്യം നൽകുന്നത് ഈ ഒരു ദിവസത്തിനേക്കാളും ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും സൂക്ഷ്മതയോടെ, വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിന് നോമ്പിന് വേണ്ടി റസൂല് തയ്യാറാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസത്തിലായിരുന്നു. ആ ദിവസം ഏതെന്നറിയുമോ? യൗമ അശൂറാ മിൻ മുഹറം, മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിലായിരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു മാസത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ നോമ്പിന് വേണ്ടി പ്രാധാന്യത്തോടെ കണ്ടിരുന്നെങ്കിൽ റമളാൻ, പരിശുദ്ധമായ റമളാനിന്റെ മാസവുമായിരുന്നു. വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ പരിഗണിച്ചെങ്കിൽ അത് വരാനിരിക്കുന്ന 17-ാം തീയതി നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബുധനാഴ്ച ദിവസം നടക്കുന്ന മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിലുള്ള നോമ്പാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ തന്റെ നുബുവത്തിന്റെ മുമ്പുള്ള കാലം, സമൂഹത്തിൽ നിലനിന്നിരുന്ന ചരിത്രങ്ങൾ, സമൂഹത്തിന്റെ അനുധാവനമായ രീതികൾ, അതിൽ മില്ലത്തെ ഇബ്രാഹിമിയത്തിന്റെ വല്ല സ്വാധീനമുണ്ടായിരുന്നു. ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ പറഞ്ഞുപോയ ചരിത്രത്തിന്റെ നായകൻ, മുസ്ലിം ഉമ്മത്തിന്റെ ആഖിറു സമാൻ വരെയുള്ള
മുസ്ലിം ഉമ്മത്തിന്റെ പല മാർഗങ്ങളുടെയും മാർഗദർശിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മഹാനബറുകൾ പഠിപ്പിച്ചു തന്ന പല മാർഗരേഖകളുടെ ഭാഗമായിട്ടായിരുന്നു ഈ ആശൂറയുടെ ദിവസത്തിലും ജനങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ ദിവസത്തിനെ ആദരവോടെ കണ്ടിരുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നുബുവത്ത് കിട്ടി പരിശുദ്ധ മദീനത്തേക്ക് എത്തി. 10 വർഷങ്ങൾക്ക് ശേഷം മദീന ത്വയ്യിബയിലേക്ക് എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്, ഈ ദിവസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, കഴിവുള്ള എല്ലാവരും നോമ്പനുഷ്ഠിക്കുക. ആ സമയത്ത് മദീനവാസികളായ ആളുകളിലും ഭൂരിപക്ഷം വരുന്ന ആളുകൾ നോമ്പ് പിടിക്കുന്നത് കണ്ടു. മദീനവാസികളായ ആളുകളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നഹു യൗമൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസ്വാറാ. ഈ ദിവസം യഹൂദികളും നസറാനികളും നൂറ്റാണ്ടുകളായി വളരെ ആദരവോടെ കാണുന്ന, അവര് നോമ്പെടുക്കുന്ന ദിവസമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂൽ ഈ വിവരം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ കാരണം? അവരോട് ചോദിക്കാം. അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഹദാ യൗമുൻ നജ്ജല്ലാഹു മൂസാ. ഈ ദിവസത്തിലാണ് ഞങ്ങളുടെ നേതാവ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് നൈൽ നദി മുറിച്ചു മറുകര കടക്കാൻ അള്ളാഹു സഹായിച്ചത് ഈ ദിവസത്തിലായിരുന്നു. നസ്രാനികൾ എന്തുകൊണ്ടാണ് ഈ ദിവസം ആദരിക്കുന്നത്? ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിച്ച മഹാനവറുകളെ വാനലോകത്തേക്ക് ഉയർത്തിയ ദിവസമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശങ്കപ്പെട്ടു. അപ്പോ ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും നോമ്പ് പിടിക്കുന്നതെങ്കിൽ അവര് പല കാര്യത്തിലും പറയുന്നുണ്ട്, ഞങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി പുതിയ മതം ദീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടേ ഒന്നുള്ളൂ. ഏകദേശമൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചതും ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടതും തന്നെയാണ്. ഒരു പുതിയ വിശ്വാസമൊന്നുമല്ല. ഞങ്ങളുടെ പാതയാണ് ശരി. മുഹമ്മദ് റസൂലുള്ളാഹി കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ചെയ്തു, വെട്ടിക്കുചുരുക്കലുകൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ അവരുടെ വാദത്തിനെ സ്ഥിരീകരിക്കപ്പെടുവാനുള്ള തെളിവ് ബാക്കിയാക്കരുത്. കാരണം എന്താ? അവർക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചീലിലും കൈകടത്തലുകൾ നടത്തി അവരുടെ ഇഷ്ടാനുസരണം നിയമങ്ങളെ മാറ്റി എഴുതി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒരു മാറ്റിമറിച്ചു. അപ്പൊ അവർ വന്നേക്കുന്ന വഴിയാണ് ശരിയെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയാൽ, അതിനെ ഞാനും മൗനമായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ പിൽക്കാലത്തെ സമുദായം പിഴച്ചു പോകും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫലം യഅ്തിൽ ആം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ്, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ സുംന യൗമ താസിഅ. ഈ മുഹറം 10 ദിവസം, മുഹറം 10 ജൂതന്മാരും നസ്രാനികളും നോമ്പെടുക്കുന്ന ആ നോമ്പിനെ പിന്തുടർന്നുകൊണ്ട് അവരെ അനുധാവനം ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹറം 9 ദിവസം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ആ ദിവസം കൂടി നോമ്പെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനസമക്ഷം പറഞ്ഞു. എന്നാൽ ഫലം യഅ്തിൽ ആമുൽ മുഖ്ബിലു ഹത്താ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ പിറ്റേ വർഷം ഈ മുഹറമിന്റെ മാസത്തിൽ ജീവിച്ചിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂല് പടച്ച റബ്ബിലേക്ക് വഫാത്തായി പോയി. അധികം താമസിയാതെ തന്നെ റസൂൽ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയി. ഹബീബായ റസൂലിനെ അനുധാവനം ചെയ്ത സഹാബത്തുൽ കിറാം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഖിലാഫത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ 1-ാമത്തെ വർഷത്തിൽ തന്നെ താസൂഅയുടെ ദിവസം, മുഹറമിന്റെ 9-ാമത്തെ ദിവസത്തിലും വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ നോമ്പെടുക്കുന്നതിന് വേണ്ടി സ്വഹാബത്തിനും ഉമ്മത്തിനും പ്രത്യേകമായ നിർദ്ദേശം നൽകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത വർഷം നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞതിൽ സുന്നത്തിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കണം. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് നബിയെ ആശൂറയുടെ ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകത? മുഹറം 10 നോമ്പ് പിടിച്ചാലുള്ള പ്രതിഫലം എന്താണ് റസൂലേ? അവിടുന്ന് മറുപടി പറഞ്ഞു, യുകഫിറ സനതുല്ലതി ഖബ്ലഹു. കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ, പ്രധാനമായും ചെറുപാപങ്ങളെ അള്ളാഹു പുറത്തു തരാൻ കാരണമാക്കുന്ന നോമ്പാണ് മുഹറം 10 നോമ്പ്. കാരണം ഈ മുഹറം 10 ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായി ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത
ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകിയ പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ അനുസ്മരണമാണ് മുഹറം 10 ദിവസം. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മദീന ത്വയ്യിബയുടെ കാലം മുതൽ മുസ്ലിം ലോകം വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധയോടെ അനുഷ്ഠിച്ചു വരുന്ന മുഹറമിന്റെ നോമ്പ്. എന്റെ പ്രിയമുള്ളവരെ, ഇനി 4 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഈ വർഷത്തിലെ മുഹറമിന്റെ 9, 10 ദിവസം നമ്മളിലേക്ക് എത്തുകയാണ്. ഒരാളും വിട്ടുപോകരുത്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധ റമദാനിന്റെയും മറ്റും നോമ്പുണ്ടെങ്കിൽ അവർ ശ്രദ്ധയോടെ ആ ദിവസത്തിലെ നോമ്പെടുക്കുമ്പോ ആ ഫർളിനെ കൂടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് മുഹറമിന്റെ 9-ാമത്തെയും 10-ാമത്തെയും ദിവസത്തെ നോമ്പ് നിർബന്ധ ബുദ്ധിയോടെ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്ര വലിയ പ്രാധാന്യമുള്ള, അത്രയും ശ്രേഷ്ഠതയുള്ള, അത്രയും പ്രതിഫലമുള്ള നോമ്പാണ് മുഹറമിന്റെ 9, 10 ദിവസങ്ങളുള്ള നോമ്പ് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ആധികാരികമായ എല്ലാ രേഖകളിലും നമുക്ക് കാണാം. മുഹറം മുസ്ലിം ഉമ്മത്ത് ചരിത്രാതീത കാലം മുതൽ തന്നെ മുസ്ലിം ഉമ്മത്ത് ആദരിച്ചു വന്നിരുന്ന ഒരു മാസമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ അതിന് ആധികാരികമായ രൂപവും രീതിയും ഒക്കെ വന്നു. ആ കാലം മുതൽ നമ്മളും ആദരിച്ചു വരികയാണ്. നമ്മുടെ രാജ്യത്ത് മുഹറം 10 ഔദ്യോഗികമായ പബ്ലിക് ഹോളിഡേ ആണ്, ദേശീയ അവധിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ആ ദിവസം അവധിയാണ്. സത്യത്തിൽ മുഹറം 10ന്റെ അവധി, ആ ദിവസത്തിലെ അവധി കേന്ദ്ര ഗവൺമെന്റ് അവധിയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു പല രാഷ്ട്രീയ താല്പര്യങ്ങളും അതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആദരിക്കപ്പെടുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നാൽ ആ ദിവസത്തിൽ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കപ്പെടുന്നതിന് പ്രേരണയൊക്കെ ആയിട്ടുള്ളത് രാഷ്ട്രീയപരമായി മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റുകാരായി മാറിയ, ലോകതലത്തിൽ നിന്ന് ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചിട്ടുള്ള ഒരു സമൂഹമായി കാണുന്ന ഷിയ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചരിത്രങ്ങളുടെ ഭാഗമായിട്ടാണ്. ഷിയ വിഭാഗം നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അവസാന കാലം, തങ്ങളുടെ വഫാത്തിന് മുമ്പുള്ള കാലത്ത് തന്നെ റസൂലുള്ളാഹി തങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, തങ്ങളെ ചതിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെയും ഖിലാഫത്തിനെയും തകർക്കുവാൻ വേണ്ടി മദീനത്ത് കച്ചകെട്ടി ഇറങ്ങിയ ചില ജൂതന്മാരിൽ നിന്നും പുറപ്പെട്ട് അത് പിന്നീട് രൂപം മാറി മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം പിന്നീട് മറ്റൊരു കോലത്തിലേക്ക് മാറി. അതുവരെയുള്ളതിന്റെ രൂപം മറ്റൊന്നായിരുന്നു. പിന്നീട് അതിന്റെ കോലം മാറി. പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇസ്ലാമെന്നും മുസ്ലിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട പലതിലും ഈ ഷിയായിസത്തിന്റെ സ്വാധീനമാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. മനുഷ്യത്വത്തിന് നിരക്കാത്ത, മാനവികതയ്ക്കും യുക്തിക്കും നിരക്കാത്ത പല വിശ്വാസങ്ങൾ, പല ചിന്തകൾ, പല കർമ്മങ്ങൾ, പല കാര്യങ്ങൾ ഇസ്ലാമിന്റേതാണ് എന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ വിശ്വാസങ്ങളായി നമ്മൾ പലപ്പോഴും ഇപ്പൊ ലോകം പുരോഗമിച്ചപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പല കോലത്തിലുള്ള നിസ്കാരവും നോമ്പും ഇസ്ലാമിക രീതികളും ഒക്കെ പല രാജ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഷിയായിസത്തിന്റെ വളർച്ചയിലൂടെ, ഈ പറഞ്ഞ വികലതയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ തകർക്കുവാൻ, ഇസ്ലാമിക ഹുക്കൂമത്തിനെ തകർക്കുവാൻ, മദീനയെ തകർക്കുവാൻ പണിയെടുത്ത ജൂതന്മാരുടെ പരിശ്രമ ഫലമായി രൂപപ്പെട്ട് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇഖ്തിലാഫുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം ചതിയുടെ പാരമ്പര്യവും ചരിത്രത്തിലൂടെ കടന്നു വന്ന, പിന്നീട് രൂപപ്പെട്ടു വന്ന ഷിയായിസത്തിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അവർക്ക് ചതി മാത്രമേ അറിയൂ. അവർ ലോകത്ത് പല വികല വിശ്വാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിൽ ചിലർ പ്രചരിപ്പിച്ച പ്രചാരണം ലോകത്തിന്റെ പല ഭാഗത്തും സ്വാധീനിക്കപ്പെട്ടിട്ടുമുണ്ട്. പല കാര്യത്തിലൂടെ അത് പുറത്തു വന്നിട്ടുമുണ്ട്. അതിൽ ചിലരൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, വളരെ വ്യാപകമല്ലെങ്കിലും ചില പ്രദേശങ്ങളിൽ വ്യാപകമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. മുഹറം ശകുനത്തിന്റെ മാസമാണ്. പ്രത്യേകിച്ച് 1 മുതൽ 10 വരെയുള്ള ദിവസം ശകുനത്തിന്റെ ദിവസമാണ്, മാസമാണ് എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് 1 മുതൽ 10 വരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് 10ാമത്തെ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉള്ളതായിട്ടൊക്കെ കാണുന്നു. വളരെ കുറവാണ്. കുറെ കാലം മുമ്പൊക്കെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ അൽഹംദുലില്ലാഹ് കുറച്ച് കുറവാണ്. എങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തും അങ്ങനെ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ വളരെ ഭൂരിപക്ഷമുള്ള പല പ്രദേശങ്ങളുമുണ്ട്. ആ പ്രദേശങ്ങളിൽ ചിലയിടത്തെങ്കിലും ഒരു 30% വരാം. നമ്മുടെ നാട്ടിൽ ഇത്രയും വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമൊരുക്കിയ വർഗീയ ശക്തികളോടൊപ്പം നമ്മൾ പേര് വായിക്കുന്ന ഒരുപാട് മുസ്ലിം പേരുകാരെ കാണും. ഇവിടെ വേഷം നോക്കിയാൽ നല്ല ഇസ്ലാമിക വേഷമാണ്. പർദ്ദയുണ്ട്, നിക്കാബുണ്ട്, ഹിജാബുണ്ട്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, കമീസുണ്ട്, ജുബ്ബ ഒക്കെ ഉണ്ട്. പക്ഷെ അവർ വർഗീയ ശക്തികളോടൊപ്പം മുസ്ലിം വിരുദ്ധ ചേരിയിലാണ് അവർ രാഷ്ട്രീയമായി നിലയുറപ്പിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് അവർക്ക് നിൽക്കാൻ കഴിയുക? ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും കാണിച്ചുകൊണ്ട് പാവങ്ങളായ സുന്നി സമൂഹത്തിലുള്ള നല്ലൊരു വിഭാഗം മുസ്ലിമീങ്ങളെയും പാട്ടിലാക്കാൻ സവർണ ഫാഷിസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഒരു മുസ്ലിമീങ്ങളല്ല.
ഇറാഖും തുർക്കിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘർഷത്തിനിടയിൽ യസീദി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല പല ആളുകളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അമേരിക്കൻ ഐക്യനാടുകൾ, സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിനെ കരിവാരിത്തേക്കുവാൻ, മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി പലപ്പോഴും എടുത്തവതരിപ്പിക്കാറുള്ള ക്രൂരതയുടെ കാഴ്ചകൾ, അബൂബക്കർ അൽ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഐസിസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവരൊക്കെയും ഷിയ വിഭാഗക്കാരാണ്. മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയൂല. മനുഷ്യത്വത്തിനെതിരായ ഒരു പ്രവർത്തനവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്യാനും മുസ്ലിങ്ങൾ കഴിയില്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഈ ചെയ്യുന്നതൊക്കെയും ഇവരാ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിനെ പേരുദോഷം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അത് അന്നു മുതലേ തുടങ്ങിയതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് മുതൽ അവിടെ നിന്ന് തന്നെ ഇഖ്തിലാഫുകൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തുടങ്ങിയ അവരുടെ ചരിത്രത്തിലെ പ്രയാണം അത് പിന്നീട് ഇഖ്തിലാഫുകളിലൂടെ തന്നെ കടന്നുപോയി. പല മുസ്ലിം പേരുകാരെയും നമ്മൾ കാണുമ്പോൾ അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ മുസ്ലിങ്ങളാണ്, വേഷം കണ്ടുകൊണ്ട് മുസ്ലിമാണ് നമ്മൾ വിചാരിക്കേണ്ട. അവരുടെ ഉള്ളുകൊണ്ട് മുനാഫിക്കുകളും ഇതുപോലെ ഇസ്ലാം വിരോധികളുമായ ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ ദേശീയ തലത്തിൽ കഴിഞ്ഞ ഭരണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ വിഭാഗക്കാരാ. ലക്നൗ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും അധികം ഷിയാക്കൾ അധിവസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ലക്നൗ. 150 പള്ളികളാണ്. 600 ചില്ലുവാനം പള്ളികൾ, 150 പള്ളികൾ ഷിയാക്കളുടെ പള്ളികളാണ്. ആ പള്ളികളിൽ 150ഓളം പള്ളികളിൽ അവരുടെ വിശ്വാസവും രീതികളും അനുസരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ കടന്നു പോവുക. അവരുണ്ടാക്കി വിട്ട ഒരുപാട് വികല വിശ്വാസങ്ങളുണ്ട് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവരുണ്ടായ ചരിത്രമൊക്കെ ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായെങ്കിൽ മഹാനായ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആലയുടെ വധം വല്ലാത്ത ചരിത്രത്തിലെ കണ്ണീരണിഞ്ഞ നിണമണിഞ്ഞ വല്ലാത്തൊരു ചരിത്രമാണ് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആലയുടെ വഫാത്തിന്റെ ചരിത്രമൊക്കെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ഒരിക്കൽ ഇങ്ങനെ കഴിയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, എല്ലാ ജുമഅയ്ക്കും മുസ്ലിം ലോകം ദുആ ചെയ്യാറുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ നായകന്മാരായ യുവാക്കളെന്ന് പഠിപ്പിച്ച തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഇതിൽപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉപ്പച്ചി ഉപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു. തന്റെ നെഞ്ചത്തേക്ക് കയറിയിരുന്ന് കുശലം പറഞ്ഞ് കിന്നാരം പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പനേരം കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവെള്ളയിൽ ഒരു പിടി മണ്ണിരിക്കുന്നു. ആ മണ്ണിങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് കുറെ നേരം കഴിയുമ്പോ ഹബീബായ പ്രവാചകൻ കണ്ണീരൊലിപ്പിക്കുന്ന കാഴ്ച കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞു ആ ഹുസൈൻ ഇബ്നു അലിയെ പിടിച്ച് ഒരുപാട് നേരം ചുംബനം കൊടുത്തിട്ട് വളരെ വേദനയോടെ ഹുസൈൻ ഇബ്നു അലിയെ യാത്രയാക്കി. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മു സലമാന്റെ വീട് വിട്ടു പോയി കഴിയുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വഫീ യദിക തീനതുന വഅന്ത തബ്കി യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കൈവെള്ളയിൽ ഒരു പിടി മണ്ണിരിക്കുന്നത് ഞാൻ കണ്ടു. ആ മണ്ണിലേക്ക് കണ്ണീർ തുള്ളികൾ വീണിരിക്കുന്നത് കണ്ടു. അങ്ങ് ആ മണ്ണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടല്ലോ റസൂലേ, എന്താ സംഭവമെന്ന് പറഞ്ഞു തരുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമയോട് പറഞ്ഞു, യാ ഉമ്മു സലമ, എന്റെ പൊന്നുമോൻ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ ഫാത്തിമയുടെ പൊന്നുമോൻ ഹുസൈൻ ഇബ്നു അലി എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കിന്നാരം പറഞ്ഞ് കുശലം പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് അതാനി ജിബ്രീൽ, മലക്കുകളുടെ നേതാവ് ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നു. വനാവലനിയത്വീന, ആ ജിബ്രീലാണ് ഈ പിടി മണ്ണെന്റെ കയ്യിലേക്ക് കൊണ്ടു തന്നത്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് സന്തോഷിക്കുന്ന ഈ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന് നാളെ ഒരു കാര്യമുണ്ട്. ഈ ഹുസൈൻ ഇബ്നു അലി വധിക്കപ്പെടും. ഈ ഹുസൈൻ ഇബ്നു അലി അങ്ങയുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഈ ഉമ്മത്തിനുള്ളിൽ ഇഖ്തിലാഫ് ഉണ്ടാക്കിക്കൊണ്ട് വഴിപിഴച്ചു പോകുന്ന ഒരു വിഭാഗം ആളുകളുടെ കരങ്ങളാൽ അങ്ങയുടെ പൊന്നുമോൻ വധിക്കപ്പെടും. ആ വധിക്കപ്പെടുമ്പോ ഹുസൈൻ ഇബ്നു അലിയെ ഷഹാദത്ത് വരിച്ച് വീഴുന്നൊരു മണ്ണുണ്ട്. ആ മണ്ണാണ് റസൂലേ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ കയ്യിലേക്ക് തന്ന മണ്ണാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൽപ്പനേരം ആ മണ്ണ് പിടിച്ചുകൊണ്ടാണ് കരഞ്ഞു പോയത്. ചരിത്രത്തിൽ കാണാം. പിന്നീട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മണ്ണിനെ കുറിച്ച് പറഞ്ഞു, ആ മണ്ണ് ഞാൻ നന്നായി നോക്കി, വഫീഹി ഹംറാ, ഒരു പ്രത്യേകതരം ചുവന്ന കളറുള്ള മണ്ണായിരുന്നു. പിൽക്കാലത്ത് ചരിത്രം എഴുതി വെക്കുന്നു, ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ നിന്ന് 105 കിലോമീറ്ററുകൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന കർബല എന്നതിൽ നിന്ന് തുടങ്ങിയ കർബല എന്ന നാട്ടിന്റെ മണ്ണായിരുന്നു അത്.
കർബലയുടെ മണ്ണായിരുന്നു അത്. ആ കർബലയിലാണ് ഹിജ്റ വർഷം 61, ദുൽഹജ്ജ് മാസം 10, ഹിജ്റ വർഷം 61 മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായത്, മഹാനവർകൾ ഷഹാദത്ത് വരിച്ചത് ഈ കർബലയുടെ മണ്ണിൽ വെച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ച മകനായിരുന്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല. പരിശുദ്ധ ഇസ്ലാമിക ലോകത്ത് ജൂത സമൂഹത്തിന്റെ, യഹൂദികളുടെ, ശൈത്വാനീയത്തിന്റെ, പൈശാചിക ശക്തിയുടെ ദുർപ്രേരണകളാൽ മുസ്ലിം ലോകത്തുണ്ടായ ഇഖ്തിലാഫുകളുണ്ട്. സ്വഹാബത്തിനെ പോലും പരസ്പരം തമ്മിലടിപ്പിക്കുന്ന നിലയിൽ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ച ജമൽ സഫീൻ യുദ്ധങ്ങൾ ഉണ്ടാക്കുവാൻ ഈ യഹൂദിയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇഖ്തിലാഫുകൾ ഉണ്ടാക്കിക്കൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര ശിഥിലീകരണം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുന്നത് മദീന തുയ്യിബയിൽ വെച്ചിട്ടാണ്. മഹാന്മാർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്തിന്റെ പല ഭാഗത്ത് ഇസ്ലാമിക സമൂഹം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മദീനത്തെ പള്ളിയിലിരുന്നു കൊണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിന് വേണ്ടി ദുആ ചെയ്തു, ഷാമിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ഫീ ഷാമിന വഫീ യമനിന. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, പടച്ച റബ്ബേ, ഷാമിന് നീ അനുഗ്രഹം ചെയ്യണേ. ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന, ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ അഖ്സയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഷാം. ആ ഷാമിന് വേണ്ടി ദുആ ചെയ്തു. റസൂലുള്ളാഹി യമനിന് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഫീ നജ്ദിന, നബിയെ ഞങ്ങളുടെ നജ്ദിന് വേണ്ടി കൂടെ ദുആ ചെയ്യണം, ഞങ്ങളുടെ നാടിന് വേണ്ടി കൂടെ ദുആ ചെയ്യണം. റസൂൽ മിണ്ടിയില്ല. വീണ്ടും പറഞ്ഞു, ഫീ നജ്ദിന, ഞങ്ങളുടെ നാടായ നജ്ദിന് വേണ്ടി കൂടെ ദുആ ചെയ്യണം. റസൂൽ ദുആ ചെയ്തില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഫിത്നതു മിൻ ഹഹുന. മദീനത്തിരുന്നു കൊണ്ട് ഒരു ദിശയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്നാണ് ഫിത്ന പുറപ്പെടുക. ഫിത്നയുടെ തുടക്കവും അതിന്റെ അങ്ങേയറ്റത്തെ അതിന്റെ ആ ഉന്നതിയിലേക്കുള്ള സഞ്ചാരവും ഇവിടെ നിന്നായിരിക്കും. നജ്ദ് എന്ന് പറഞ്ഞതിലുള്ള റസൂൽ ചൂണ്ടിക്കാണിച്ചത് ഇന്നത്തെ ആധുനിക ഇറാഖിന്റെ പ്രദേശങ്ങളായിരുന്നു. ഇറാഖിന്റെ കുറെ പ്രദേശങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് റസൂല് പറഞ്ഞത്. ആ ഇറാഖിലെ കൂഫയായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മുസ്ലിങ്ങൾ ആണ് എന്ന് വിശ്വസിച്ചിരുന്നു, മുസ്ലിങ്ങളാണ് എന്ന് ധരിപ്പിക്കപ്പെട്ടിരുന്നവർ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖിലാഫത്തിന് വേണ്ടി കൂഫയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ കൂഫയിൽ ഖിലാഫത്തിന്റെ നേതൃത്വം വഹിക്കുവാൻ അവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഖിലാഫത്തിന്റെ ആസ്ഥാനം അവിടെ പണിയപ്പെടുന്നു. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ചതിച്ച് വധിക്കുന്ന ആളുകൾ ഈ നാട്ടുകാരായ ആളുകളായിരുന്നു. അതിനുശേഷം മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളായിരുന്നു പിന്നീട് ഖിലാഫത്തിലേക്ക് വന്നത്. അലി റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ അലി റളിയല്ലാഹു തആല മകനും ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മകനുമായ ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല കൂഫക്കാരായ ആളുകൾ, പരിസര പ്രദേശത്തിലുള്ള ആളുകൾ എല്ലാവരും ബൈഅത്ത് ചെയ്തു. അങ്ങാണിനിയുള്ള അമീർ, അങ്ങാണിനിയുള്ള ഖലീഫ. ഈ സമയം അലി റളിയല്ലാഹു തആല കാലഘട്ടത്തിൽ തന്നെ സിറിയയുടെ ഗവർണറായി കഴിഞ്ഞിരുന്ന മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ, ആ അബീ സുഫിയാൻ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ കുറെ ആളുകൾ ബൈഅത്ത് ചെയ്തു. സത്യത്തിൽ ഇതിനിടയിൽ പണിയെടുത്തത് അന്ന് ടെലിഫോണില്ല, ഇമെയിൽ സംവിധാനമില്ല, നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആളുകളില്ല. മുആവിയത്ത് ബിൻ അബീ സുഫിയാനെ ബനൂ ഉമയ്യക്കാരും വലിയ വിഭാഗം ആളുകളും അവിടെയും ബൈഅത്ത് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയാ, സമൂഹത്തിൽ ഖലീഫ മരണപ്പെട്ടതിൽ പിന്നെ 6 മാസത്തോളമായി ഇപ്പോ കൂഫയിലും പരിസരത്തുമുള്ള ആളുകൾ ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല ഖലീഫയായിട്ട് കാണുകയാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു കാര്യം മനസ്സിലാക്കി സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, മാറിക്കൊടുക്കാം. ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു മാറിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കരാർ വെച്ചിട്ടായിരുന്നു, ഒരു കരാറായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ പേരമകനായ എന്നെ ജനങ്ങൾ എല്ലാവരും ഖലീഫയാകാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് മുമ്പേ തന്നെ എന്റെ മുമ്പുള്ള ഖലീഫയുടെ, എന്റെ പിതാവിന്റെ ഉത്തരവാദിത്വത്തിൽ, ആ പിതാവിന്റെ കൂടെ അഭിപ്രായത്തോട് സിറിയയിൽ ഗവർണറായിരുന്ന അങ്ങ് കുറെ കൂടെ പ്രാവീണ്യവും പരിചയവുമുള്ള ആളാണ്. ആ പരിചയവും പ്രാവീണ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അങ്ങ് തന്നെ ഖിലാഫത്തിൽ തുടർന്നു കൊള്ളുക ഞാൻ മാറുകയാണ്. എന്നാൽ ഒരു കാര്യം, അങ്ങയുടെ കാലശേഷം അങ്ങ് അടുത്തയാളെ ഏൽപ്പിക്കലല്ല, പിന്നെയോ കഴിഞ്ഞ കാലത്തിൽ ഖുലഫാ ഉർ റാഷിദുകൾ ചെയ്തതുപോലെ ഏതു രൂപത്തിലാണോ ഖിലാഫത്ത് നടന്നിട്ടുള്ളത് ആ രൂപത്തിലൂടെ അങ്ങയുടെ ഖിലാഫത്തിന്റെ അടുത്ത ഉത്തരവാദിയെ കണ്ടെത്തുവാൻ ഷൂറയിലേക്ക് അഭിപ്രായം മാറ്റണം.
ജനാധിപത്യ സംവിധാനത്തിലേക്ക്, ഷൂറയിലേക്ക്. ജനാധിപത്യം ഇന്ന് നടക്കുന്ന ജനാധിപത്യമല്ല. ഇന്ന് നടക്കുന്ന ജനാധിപത്യത്തിന്റെ മാനദണ്ഡം കയ്യൂക്കും സമ്പത്തും സ്വാധീനവുമാണ്. ഇതല്ല ജനാധിപത്യ, ഇസ്ലാമിക ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ മാനദണ്ഡം. പിന്നെയോ തഖ്വയും ജീവിത വിശുദ്ധിയും വ്യക്തിവിശുദ്ധിയും അങ്ങനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്നലകളുടെ ജീവിതം എത്രത്തോളം വിശുദ്ധമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിന്റെ നോമിനേഷൻ തന്നെ ഉണ്ടാവുക. ആ നോമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ, ഇസ്ലാമിക ഖിലാഫത്തിലേക്കുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ ഒരു ഭരണാധികാരിയെ മുസ്ലിം ലോകം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക. ആ ജനാധിപത്യം വേറെ, ഇന്നത്തെ ജനാധിപത്യം വേറെ. ഇന്നത്തെ ജനാധിപത്യമായിരുന്നു അന്നുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. അന്നത്തെ ജനാധിപത്യം വേറെയായിരുന്നു. തഖ്വയുടെയും സൂക്ഷ്മതയുടെയും അടിസ്ഥാനത്തിൽ നല്ല ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെയും ദീനിന്റെ മാലിനെയും ദീനിന്റെ വിഭവങ്ങളെയും സംരക്ഷിക്കുവാൻ കഴിവുള്ള യോഗ്യതയുള്ള ആളുകൾ അവരായിരുന്നു ഖിലാഫത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ആ രൂപത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് നടന്നതായിരുന്നില്ല. ഈ യഹൂദിയത്തിന്റെ, ഈ ഇബ്ലീസിന്റെ പൈശാചിക ശക്തികളുടെ ദുർപ്രേരണയിലൂടെ പിന്നീട് ഉമ്മത്തിനിടയിൽ ഇഖ്തിലാഫുകളുടെ വഴിയായിരുന്നു പുറപ്പെടുവിക്കപ്പെട്ടത്. ആ ഭിന്നതകളായിരുന്നു പിന്നീട് ഉണ്ടായത്. ആ ഭിന്നതകൾ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല രക്തസാക്ഷിത്വത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ട അതിനിടയിൽ നടന്ന ഒട്ടേറെ ചരിത്രങ്ങൾ, കണ്ണീരിൽ കുതിർന്ന വളരെ വേദനാജനകമായ ചരിത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. കാരുണ്യവാനായ റഹ്മാനായ റബ്ബിന്റെ അടിയുറച്ച ദീനിന്റെ യഥാർത്ഥ വിശ്വാസികളായി ഏത് പ്രതിസന്ധിയിലും ഏത് ഫിത്നയിലും പിടിച്ചു നിൽക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.